കൂട്ടുകാരെ എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ആനുവൽ എക്സാം അഥവാ നിങ്ങളുടെ വാർഷിക പരീക്ഷയ്ക്ക് ഇംഗ്ലീഷുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. അപ്പോൾ മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്ത കൂട്ടുകാർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ട് നന്നായിട്ട് തന്നെ നിങ്ങളുടെ എക്സാമിനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. നമ്മുടെ ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൺവെർസേഷൻ ആണ് കേട്ടോ. അതായത് സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാനായിട്ടാണ്. നോക്കിക്കേ മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്. ലക്കി മെറ്റ് അബി ഹിസ് ഫ്രണ്ട്. അബി സോ ദി ട്രഷർ. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ അബി ആൻഡ് ലക്കി. അല്ലേ, നമ്മുടെ ലക്കി ഓർമ്മയില്ല മക്കളെ, ആ ഒരു ചാപ്റ്ററൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നന്നായിട്ട് മക്കൾ വായിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ലക്കി ആരെ മീറ്റ് ചെയ്തു മക്കളെ? അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള അബിയെ മീറ്റ് ചെയ്തു അല്ലേ. ഓക്കെ, അങ്ങനെ അബി എന്ത് ചെയ്തു? അബി ആ ഒരു ട്രഷർ, ആ ഒരു നിധി അബി കണ്ടിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ അബി ആൻഡ് ലക്കി. ആ സമയത്ത് നമ്മുടെ അബിയും ലക്കിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, ഫസ്റ്റ് വൺ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അബി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? നിൻ്റെ കയ്യിൽ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. എന്താണ് ചോദിച്ചത്? നിൻ്റെ കയ്യിൽ എന്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അബിയുടെ മറ്റൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് അല്ലേ. വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്, എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അബി ചോദിക്കുന്നുണ്ട്, ഈസ് ദിസ് യുവർ ടോയ്? ഇത് നിൻ്റെ ടോയ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നമുക്ക് അബി ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അവിടെ എന്ത് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൂ? അബി ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നമ്മുടെ ലക്കി പറയുന്ന മറുപടി മാത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവിടെ വന്നിട്ടുള്ളൂ അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് ചെക്ക് ചെയ്യാം അല്ലേ. ഫസ്റ്റ് വൺ അബി എന്തായിരുന്നു ചോദിച്ചത്? വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ് എന്നാണ് ചോദിച്ചത്. നിൻ്റെ കയ്യിൽ എന്താ എന്നാണ് ചോദിച്ചത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം അബി എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് എ ട്രഷർ. എന്താണ് പറഞ്ഞത്? ഇതൊരു ട്രഷറാണ് എന്നാര് പറഞ്ഞു? നമ്മുടെ ലക്കി പറഞ്ഞു അല്ലേ. ഓക്കെ, ദെൻ അബി എന്താണ് ചോദിച്ചത്? വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത് എന്ന് ചോദിച്ചു അല്ലേ. എന്താണ് ചോദിച്ചത്? എവിടെ നിന്നാണ് നിനക്കത് കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ലക്കി എന്താണ് പറയുന്നത് മക്കളെ? നോക്കിക്കേ, ഐ ഗോട്ട് ഇറ്റ് ഫ്രം മൈ ഗാർഡൻ. ഇതെനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഐ ഗോട്ട് ഇറ്റ് ഫ്രം മൈ ഗാർഡൻ. ഇതെനിക്ക് എൻ്റെ ഗാർഡനിൽ നിന്നാണ് കിട്ടിയത്. എവിടെ നിന്നാണ് മക്കളെ കിട്ടിയത്? ഗാർഡനിൽ നിന്നാണ് കിട്ടിയത് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ലക്കി അബിയുടെ അടുത്ത് പറഞ്ഞു അല്ലേ. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് അബി ചോദിക്കുകയാണ്, ഈസ് ദിസ് യുവർ ടോയ്? ഇത് നിൻ്റെ ടോയ് ആണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പം ലക്കി പറയാണ്, നോ ഇറ്റ് ഈസ് എ റിയൽ സ്റ്റാർ. എന്താണ്? അല്ല, ഇതെന്താണ്? ഒരു റിയൽ സ്റ്റാർ ആണല്ലേ, ഒരു ശരിക്കുള്ള ഒരു സ്റ്റാർ ആണ് എന്ന് ആര് പറയാണ്? നമ്മുടെ ലക്കി പറയാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്തരത്തിലൊരു കോൺവെർസേഷനൊക്കെ വരികയാണെങ്കിൽ മക്കൾക്ക് ചാപ്റ്റർ നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ ഇംഗ്ലീഷൊക്കെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ചാപ്റ്റേഴ്സ് വായിച്ചിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ? അപ്പം ഇത്തരത്തിൽ ഒരു കോൺവെർസേഷൻ മക്കളുടെ അടുത്ത ദിവസത്തെ ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. മക്കൾ നോക്കി വെക്കുക കേട്ടോ. പിന്നെയും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ മക്കൾ നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്. നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ആദ്യം നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് മന്ത്ലി വെറും 100 രൂപയ്ക്ക് ഈ ഒരു പാക്കേജ് അവൈലബിൾ ആവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പ് വഴിയായിരിക്കും നമ്മൾ ക്ലാസ് തരേണ്ടായിരിക്കുക. നിങ്ങൾക്ക് ആപ്പിലെ റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലുകളും പിന്നെ അതുപോലെ ഓരോ ക്ലാസ്സിന് ശേഷം ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിലബസ് ക്ലാസ്സിന് പുറമേ ആയിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ സംസാരിക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറും പിന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ സാധ്യമാവും. അപ്പോൾ അതിനും ഇപ്പം നമുക്ക് വരുന്ന ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും പ്രയാസപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്കായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ക്ലാസ് കൂടി നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. ആ ഒരു ക്ലാസ്സിൽ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും അതുപോലെ തന്നെ മലയാളത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്ക് ഡയറിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ഡയറി എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഡയറി ഇതാണ്.
Danny wrote in his diary about his flight on Robo's back and sailing in the sea. How would be his diary? നമ്മുടെ ഡാനിയുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഡാനി റോട്ട് ഹിസ് ഡയറി അബൌട്ട് ഹിസ് ഫ്ലൈറ്റ് ഓൺ റോബോസ് ബാക്ക് അല്ലേ. അവന് നമ്മുടെ റോബോയുടെ പുറത്ത് കയറി പോയിട്ടില്ലായിരുന്ന മക്കളെ ആ ഒരു കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡയറിയാണ് നമ്മളടുത്ത് എഴുതാനായിട്ട് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡാനി എന്തൊക്കെയായിരിക്കും ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക എന്നതാണ് നമ്മളവിടെ ഫൈൻഡ് ചെയ്തിട്ട് എഴുതേണ്ടത്. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ ഡയറി എഴുതുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതാ ഇതാണ്. നമുക്കിതിന് പ്രത്യേക മാർക്ക് ഉണ്ട് കേട്ടോ. അതായത് ഡേറ്റ് ഏതാ എന്നുള്ളതും ദിവസം ഏതാ എന്നുള്ളതും എഴുതുന്നതിന്. അപ്പോൾ നമുക്ക് 5 മാർക്കിനാണ് ഡയറിയുടെ ക്വസ്റ്റ്യൻ വരിക. അതിലൊരു മാർക്ക് എന്ന് പറയുന്നത് നമ്മളിതാ ഇതുപോലെ ഡേറ്റും അതുപോലെ തന്നെ ദിവസമൊക്കെ എഴുതുന്നതിനായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഡയറിയിലോട്ട് പോകാൻ നോക്കിക്കേ. ഐ ആം വെരി ഹാപ്പി ടുഡേ. ഐ ഫ്ലൂ ഹൈ ഓൺ റോബോസ് ബാക്കിലെ. ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. ഞാൻ റോബോയുടെ ബാക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഉയരത്തിൽ പറന്നു. ഐ സോ ബേർഡ്സ് ആൻഡ് ട്രീസ് അല്ലേ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ബേർഡ്സിനെയും അതുപോലെ തന്നെ ട്രീസൊക്കെ കണ്ടു. ദ സൺ ലുക്ക്ഡ് ലൈക്ക് എ ബിഗ് റെഡ് ബോൾ. സണ്ണിനെ കാണാൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു വലിയ റെഡ് കളർ ബോൾ പോലെ ഉണ്ടായിരുന്നു സണ്ണിനെ കാണാനായിട്ട് അല്ലേ. ഓക്കെ, ദ ക്ലൗഡ്സ് were orange and the river was looked like a blue ribbon. നമ്മുടെ ക്ലൗഡ്സ് എങ്ങനെയുണ്ടായിരുന്നു, ഓറഞ്ച് കളറാണല്ലോ. അതുപോലെ തന്നെ റിവർ വാസ് ലുക്ക്ഡ് ലൈക്ക് എ ബ്ലൂ റിബൺ. നമ്മുടെ റിവർ അതായത് പുഴ എങ്ങനെയായിരുന്നു മക്കളെ, ഒരു ബ്ലൂ കളർ റിബണ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് അല്ലേ. ഞാൻ ഒരുപാട് അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഐ സോ ദി ബിഗ് ബ്ലൂ സീ. ഓക്കെ, പിന്നെ എന്താണ് മക്കളെ പറഞ്ഞാൽ ഐ സോ ദി ബിഗ് ബ്ലൂ സീ അല്ലേ. ഞാൻ വലിയൊരു നീല നിറത്തിലുള്ള സീ കണ്ടിട്ടുണ്ട്. ദെൻ ഐ വെൻറ്റ് സെയിലിംഗ് ഇൻ എ ബോട്ട്. പിന്നെ ഞാൻ എവിടെയാണ് പോയത്, ബോട്ടിലാണ് പോയിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇറ്റ് വാസ് ദി ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ദാറ്റ് ഐ ഫ്ലൂ ട്രാവൽഡ് ബൈ ബോട്ട്. ഐ ഹാഡ് സോ മച്ച് ഫൺ അല്ലേ. അപ്പോൾ അന്നത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ ആ ഒരു ഡയറി കൊടുത്തിട്ടുള്ളത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം മക്കൾ ഇതേ കണക്ക് വേണം നിങ്ങളുടെ ഡയറിയൊക്കെ എഴുതാനായിട്ട്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, റിഡിലാണ് നമ്മുടെ എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യനാണ് റിഡിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, നോക്കിക്കേ മക്കളെ, റീഡ് ദി റിഡിൽസ് ആൻഡ് ഫൈൻഡ് ദി ആൻസർ, മേക്ക് എ റിഡിൽ ഓൺ ദി ഗിവൺ പിക്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത്തരത്തിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരാറുള്ളത്. റിഡിൽ ചോദിക്കുകയാണെങ്കിൽ 1, 2, 3 റിഡിൽസ് നമുക്ക് തന്നിട്ട് അതിൻ്റെ ഉത്തരം എഴുതാനായിട്ട് പറയും. പിന്നെ നമ്മളോട് പറയുക ചിത്രം തന്നിട്ട് അത് ആൻസറായിട്ട് വരുന്ന ഒരു റിഡിൽ മക്കളടുത്ത് സ്വയം തയ്യാറാക്കാനാണ് പറയുക. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെയുള്ള ഓരോ റിഡിൽസായിട്ട് നമുക്ക് വായിക്കും. ഫസ്റ്റ് വണ്ണാണ് വാട്ട് കാൺ ബി യൂസ്ഡ് അണ്ടിൽ ഇറ്റ്സ് ബ്രോക്കൺ അല്ലേ. അതായത് പൊട്ടുന്ന വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിന് ഈ ഒരു ക്വസ്റ്റിന് കുറേ ആൻസേഴ്സ് കൂട്ടുകാരുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പൊട്ടുന്ന വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, എഗ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. ഇറ്റ് ഈസ് എ ബേർഡ് ബട്ട് ഇറ്റ് കാൺ ഫ്ലൈ അല്ലേ. ഒരു പക്ഷിയാണ് പക്ഷെ അതിന് പറക്കാനായിട്ട് പറ്റില്ല. ഏതാണ് മക്കളെ, യെസ് നമ്മുടെ പെൻഗ്വിൻ ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, വാട്ട് ഹാസ് എ ഹെഡ് ആൻഡ് എ ടെയിൽ ബട്ട് നോ ബോഡി. ഹെഡാണ് കേട്ടോ മക്കളെ. ഓക്കെ, വാട്ട് ഹാസ് എ ഹെഡ് ആൻഡ് എ ടെയിൽ ബട്ട് നോ ബോഡി. അതായത് എന്തിനാണ് തലയും വാലും ഉള്ളത് പക്ഷേ ബോഡി ഇല്ല അല്ലേ. ബോഡി ഇല്ലാതെ തലയും വാലും ഇല്ലാത്തത് എന്തിനാണ് എന്നാണ് ചോദിച്ചത്. എന്താണ് മക്കളെ, കോയിൻസ് ആണ് അല്ലേ. നമുക്കറിയാം നാണയങ്ങളില്ലേ, നാണയത്തിന് എന്തുണ്ടാവും, ഒരു വശത്ത് ഹെഡും ഉണ്ടാവും ഒരു വശത്ത് ടെയിലും ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ അതിനെന്തില്ല മക്കളെ, ബോഡി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഹെഡും ടെയിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആരാണത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എന്താണ് മക്കളെ ആൻസർ വരുന്നത്, കോയിനാണ്. ഇനി അടുത്ത നമുക്കിവിടെ ഫാൻ തന്നിട്ടുണ്ട്. ഇത് വെച്ചൊരു റിഡിൽ മക്കളടുത്ത് സ്വയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഐ ഹാവ് 3 ലീവ്സ് ബട്ട് ഐ ആം നോട്ട് എ ട്രീ അല്ലേ. ഞാൻ എന്താണ്, എനിക്ക് 3 ഇലകളുണ്ട് പക്ഷേ ഐ ആം നോട്ട് എ ട്രീ, ഞാനൊരു മരമല്ല, എനിക്ക് 3 ഇലകളുണ്ട്. ആരാണ്, യെസ് ഫാൻ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്തരത്തിലുള്ള റിഡിൽസ് നമ്മുടെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മക്കൾ അതൊക്കെ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റിഡിൽസൊക്കെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും കേട്ടോ മക്കളെ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എല്ലാ എക്സാമിനും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു റിഡിൽ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, വളരെ ഈസി ആയിട്ടതും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു റിഡിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കുക മക്കൾ, അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് ഇപ്പം നമ്മൾ സ്പെഷ്യൽ ഓഫറിലായിട്ട് വെറും 100 രൂപയ്ക്കാണ് നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അഡ്മിഷനൊക്കെ ഏകദേശം ക്ലോസ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. വെക്കേഷനിൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതിനും മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് ഫീ ആയിട്ട് വരുന്നത്. ഇംഗ്ലീഷ് ഗ്രാമർ നന്നായിട്ട് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നന്നായിട്ട് എഴുതാനും വായിക്കാനൊക്കെ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിലൂടെ സാധ്യമാവും കേട്ടോ. ഇനിയിപ്പം എഴുത്തും വായനയൊക്കെ പ്രയാസപ്പെട്ടിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ അത് ഏറ്റവും ചെറിയ ക്ലാസ് ആയാലും ഏറ്റവും വലിയ ക്ലാസ് ആയാലും അവർക്കുള്ള സപ്പോർട്ടിംഗ് ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്രോസ് വേർഡ് പസിലാണ് കേട്ടോ. ഇത് നമുക്ക് എക്സാമിന് ചോദിച്ച് കാണാറാണ്. മിസ് അവിടെ പസിലിൻ്റെ ആ ഒരു ഇതൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് അവിടെ നിങ്ങൾക്കൊന്ന് എന്താണ് ഈ ഒരു ക്രോസ് വേർഡ് പസിൽ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതേ ഉള്ളൂ. മിസ് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. റൂംസ് ഓഫ് എ ഹൗസ് അല്ലേ, എന്താണ് ഒരു വീട്ടിലെ മുറികൾ എന്നതാണ് നമുക്ക് ക്രോസ് വേർഡ് പസിലായിട്ട് വരുന്നത്. അപ്പം മക്കൾക്ക് അറിയാം അല്ലേ, അക്രോസ് ആയിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് തരും, ഡൗൺ ആയിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് തരും അല്ലേ. എന്നിട്ട് ഇതുപോലെ പസിൽ നമുക്ക് അവിടെ ഉണ്ടാവില്ല, ഇങ്ങനെ കോളങ്ങളൊക്കെ വരച്ചിട്ട് മക്കൾ കണ്ടിട്ടുള്ളതാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ പസിൽ എന്താ എന്നുള്ളത് മിസ് ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് മിസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ മിസ് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം, മക്കൾ എന്ത് ചെയ്യുക, ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ക്ലൂ മിസ് പറയാം, അത് ഏതാണ് റൂം എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. മിസ് അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, എങ്കിലും മക്കൾ ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. റൂം ടു കുക്ക് അല്ലേ, നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനായിട്ടുള്ള റൂമിന് എന്താണ് പറയാം മക്കളെ? യെസ്, നമ്മുടെ കിച്ചൺ ആണ് അല്ലേ. എന്താണ്? കിച്ചൺ ആണ്. ദെൻ നെക്സ്റ്റ് റൂം ടു സ്റ്റോർ തിങ്സ് അല്ലേ, നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള റൂം ഏതാണ് മക്കളെ? യെസ്, നമ്മുടെ സ്റ്റോർ റൂമാണ്. ദെൻ നെക്സ്റ്റ് റൂം ടു വെൽക്കം ഗസ്റ്റ് അല്ലേ, നമ്മൾ ഈ ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂം ഏതാ മക്കളെ? യെസ്, ഡ്രോയിങ് റൂമാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് പ്ലേസ് ടു ടേക്ക് ബാത്ത് അല്ലേ, നമ്മൾ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം എവിടെയാണ് മക്കളെ? ബാത്റൂമാണ്. ദെൻ റൂം ടു സ്ലീപ്പ്, കിടന്നുറങ്ങാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് മക്കളെ? ബെഡ്റൂമാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഹൗസിലുള്ള ഓരോ റൂമുകളുടെ പേരുകളൊക്കെ മക്കൾ മനസ്സിലാക്കി വെക്കുക, എന്താണ് അതിൻ്റെ യൂസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു പക്ഷേ ഇങ്ങനെ ക്രോസ് വേർഡ് പസിലായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും മറ്റൊരു രീതിയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെല്ലാവരും നന്നായിട്ട് ക്ലാസ്സൊക്കെ കണ്ടതിന് ശേഷം എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.